കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധമത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, 18 മുതലുള്ള തിരുവചന ഭാഗം. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവൻ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, തിരുസഭയിൽ നമ്മളിന്ന് അനുസ്മരിക്കുന്ന 2 വിശുദ്ധരുണ്ട്. വിശുദ്ധ റൂഫസും സോസിമൂസും. ഇവർ മരുഭൂമിയിൽ ഏകാന്തവാസം, പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവരുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചവരാണ്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ കാലത്താണ് ഇവർ റോമിലേക്ക് വിളിക്കപ്പെട്ടതും. ആ സമയത്ത് ട്രോജൻ ചക്രവർത്തിയുടെ ക്രൂരതയ്ക്ക് ഇരയായവരാണ്. ക്രിസ്ത്യാനികൾ എന്നതിൻ്റെ പേരിൽ ഇവരെ സിംഹങ്ങളുടെ മടയിലേക്ക് എറിഞ്ഞു കൊടുക്കുകയും അങ്ങനെ രക്തസാക്ഷികളാകുകയും ചെയ്ത വ്യക്തികളാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഈജിപ്തിലെ വിശുദ്ധ മറിയത്തിൻ്റെ ചരിത്രം. ഈജിപ്തിലെ വിശുദ്ധ മറിയം, ഈ ചരിത്രം പുറത്തു വന്നത് സോസിമൂസിലൂടെയാണ്. ഇദ്ദേഹം പാലസ്തീനായിലെ മരുഭൂമിയിൽ ഇങ്ങനെ ഏകാന്തവാസം നയിച്ചിരുന്ന സമയത്താണ് ഈജിപ്തിലെ ഒരു സന്യാസിയെ കണ്ടൊരു ഉപദേശം തേടാൻ വേണ്ടി യാത്ര ചെയ്തു പോവുക. നടന്നാണല്ലോ പോകുന്നത്. ഇനി അങ്ങനെ പോയ വഴിക്ക് മരുഭൂമിയിൽ, ഈജിപ്തിലെ മരുഭൂമിയിൽ ഒരു പ്രാകൃത രൂപം ഇങ്ങനെ അങ്ങ് മാറിപ്പോകുന്നുണ്ട്. അതിങ്ങനെ ഓടി ഓടി കണ്ണെത്താ ദൂരത്ത് എത്തുന്ന ആ സമയമായപ്പോൾ ഇദ്ദേഹം സോസിമൂസ് വിളിച്ചു പറഞ്ഞു, നീ ആരാണ്? അവിടെ നിൽക്കേ. ഉടനെ ആ പ്രാകൃത രൂപം അവിടെ നിന്നു. എന്നിട്ട് തിരിച്ചു പറഞ്ഞൊരു കാര്യം, ഞാനൊരു സ്ത്രീയാണ്, വിവസ്ത്രയാണ്. അതുകൊണ്ട് നിൻ്റെ പുറംകുപ്പായം എനിക്ക് എറിഞ്ഞു തന്നിട്ട് വേണമെങ്കിൽ അടുത്തു വരാം. അങ്ങനെ ചെയ്തു. അതിനുശേഷമാണ് അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ ഈജിപ്തിലെ മറിയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ പുറത്തു വന്നത്. അവൾ 12 വയസ്സ് വരെ നന്നായിട്ട് ജീവിച്ചിരുന്നവളാണ്. അതിനുശേഷം പിന്നെ അടുത്ത 17 വർഷക്കാലം പാപജീവിതമായിരുന്നു. ഒരിക്കൽ ഈ ഹോളി ലാൻഡ്, അങ്ങനെ ഒരു തീർത്ഥാടനം പോയ ഗ്രൂപ്പിൻ്റെ കൂടെ അവളുണ്ടായിരുന്നു. ആ കപ്പലിലുള്ളവരെയൊക്കെ പാപത്തിന് പ്രേരിപ്പിച്ച, പാപം ചെയ്യിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ അവരോടൊപ്പം ഒരു ദേവാലയത്തിലേക്ക് കയറാൻ നോക്കിയിട്ട് ഇവൾക്ക് കയറാൻ പറ്റാതെ വന്നപ്പോൾ അവിടെ ഇരുന്ന് കരഞ്ഞ് കുറേ നേരം, ഏതാനും മണിക്കൂറുകൾ കരഞ്ഞ് എഴുന്നേറ്റ് വെറുതെ പള്ളിയിലേക്കൊന്ന് കയറാമെന്ന് നോക്കിയതാണ്. കയറാൻ പറ്റി. അപ്പം അതോടെ അവൾക്ക് മനസ്സിലായി അവളുടെ പാപമായിരുന്നു ഈ ദേവാലയത്തിൽ കയറാൻ പോലും അവളെ തടസ്സപ്പെടുത്തിയതെന്ന്. പിന്നീട് അവൾ ശേഷിച്ച ജീവിതം ഈജിപ്തിലെ മരുഭൂമിയിൽ വിവസ്ത്രയായിട്ട് നടന്ന് തൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തവളാണ്. അതുകൊണ്ട് ഈ വിശുദ്ധരുടെ കാര്യം നോക്കുമ്പോൾ നമുക്കറിയാം, ഇവരൊക്കെ ത്യാഗമെടുക്കാൻ തയ്യാറായവരാണ്. ജീവിതം ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായവരാണ്. ലോകസുഖങ്ങളോ ജഡിക സുഖങ്ങളോ ലക്ഷ്യം വെച്ച് ജീവിച്ചവരല്ല. കാരണം അവർക്ക് അതിനേക്കാൾ ഉന്നതമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഒരാദർശമുണ്ടായിരുന്നു. ഇതാണ് ശരിക്കും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്.
ഇതിനു വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടത് ഭാവി രാജാവിനെക്കുറിച്ച്, അതായത് യേശുവിനെക്കുറിച്ചുള്ള പ്രവചനം. ജെറമിയ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത് നമ്മളിന്ന് വായിച്ചു കേൾക്കുകയുണ്ടായി. ഈ രാജാവ് എന്താണ് ചെയ്യാൻ പോകുന്നത്, അവൻ്റെ രാജ്യം എങ്ങനെയുള്ളതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇന്നത്തെ ആദ്യ വായനയിലൂടെ. നീതി നടത്തുന്ന രാജാവ്, സമാധാനത്തിൻ്റെ രാജാവ്, എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യം കൊണ്ടുവരുന്ന രാജാവ്, അങ്ങനെയാണ് യേശുവിനെക്കുറിച്ച് പ്രവചിക്കപ്പെട്ടത്. നമുക്കറിയാം, യേശുവിൽ എത്തേണ്ടതുപോലെ എത്തിയാൽ, യേശുവിൻ്റെ സ്വന്തമായാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതെല്ലാം സാധ്യമാകും എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇന്നത്തെ സുവിശേഷഭാഗത്ത് നമ്മൾ കാണുന്നത് ജോസഫ് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ്. ആരുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇടപെടൽ ദൈവം നടത്തിയിട്ടുണ്ടോ അവർക്കൊക്കെ ജീവിതം ദൈവത്തിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ പറ്റും. സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ജോസഫിന് ചെയ്യാൻ പറ്റിയത്. ഇന്നും എനിക്കറിയാം, ചിലർ മാതാവിനെ ഉപേക്ഷിച്ച് ജീവിക്കുന്നവരുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടൊരു കാര്യമാണ്, ഗബ്രിയേൽ ദൂതൻ പറഞ്ഞൊരു കാര്യമാണ്, മറിയത്തെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. പക്ഷെ ഇന്ന് മറിയത്തെ സ്വീകരിക്കാൻ പോലും ശങ്കിക്കുന്നവരുണ്ട്. മറിയത്തിൽ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ യേശുവിനെ സ്നേഹിക്കാൻ പറ്റിയല്ല, സ്വർഗത്തിൽ പോകാൻ പറ്റിയല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർ. ഗബ്രിയേൽ ദൂതന് സത്യവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം പഠിപ്പിക്കാൻ പറ്റുമോ? മറിയത്തെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നതിൽ നീ ശങ്കിക്കേണ്ട എന്ന് ഗബ്രിയേൽ ദൂതൻ വെളിപ്പെടുത്തിയൊരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വർഗീയ അമ്മയായിട്ട് മറിയത്തെ സ്വീകരിക്കുന്നതിൽ നമ്മൾ എന്തിനു ശങ്കിക്കണം? ഈ അമ്മയുടെ കുറവ് ശരിക്കും നമ്മുടെയൊക്കെ കുടുംബത്തിലും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും ഒരു കുറവായിട്ട് മാറും. നമുക്ക് ജപമാല പ്രാർത്ഥനയും മരിയ ഭക്തിയും ഇല്ലാതെ വരുമ്പോൾ ആ ഒരു അവസ്ഥ നമുക്കുണ്ടാകും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ജോസഫിന് ഇങ്ങനെ ഒരു ദൈവികമായ ഇടപെടൽ സംഭവിച്ചത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ വന്ന നേട്ടം എന്ന് പറഞ്ഞാൽ വലിയ നേട്ടമാണ്. അവൻ്റെ സ്വഭാവം നേരത്തെ തന്നെ നല്ലതായിരുന്നു. അതുകൊണ്ടാണ് മറിയം ഗർഭിണിയായിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ, സഹവസിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവന് മനസ്സിലായി ഇവിടെ പറഞ്ഞു വിടണം. പക്ഷെ ഇവക്ക് ഒരപമാനവും വരരുത് എന്ന് ചിന്തിച്ച് രഹസ്യമായിട്ട് പറഞ്ഞു വിടുന്നത് കാണാൻ പറ്റും. ഓരോരോ കേസ് ദമ്പതിമാർ വന്നാണെങ്കിലും ഇരുന്ന് വർത്തമാനം പറയുമ്പോഴത്തേക്കും ജീവിത പങ്കാളി കുറ്റക്കാരനെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഓരോരുത്തരും പെടുന്ന പാട്, ചെയ്യാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞ് വേണമെങ്കിൽ ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്താൻ നോക്കുന്നവരുണ്ട്. ഇവിടെ നമ്മൾ കാണുകയാണ്, ഒരു ഉത്തമ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് ഒരു വിധത്തിലും ഒരു നാണക്കേടോ ബുദ്ധിമുട്ടോ വരരുത്. ഞാൻ മൂലം എൻ്റെ ജീവിത പങ്കാളിയുടെ കണ്ണൊന്നും നിറയാൻ പോലും ഇടവരരുത്. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നവരാണ് ഉത്തമ ഭാര്യ, ഉത്തമ ഭർത്താവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. വീണ്ടും നമ്മൾ കാണുകയാണ്, ജോസഫിന് കൊടുക്കാൻ പറ്റിയത് വലിയൊരു കാര്യമാണ്. തൻ്റെ ജീവിതം കൊടുത്ത്, തൻ്റെ പ്ലാനുകളും പദ്ധതികളും കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റി. നമുക്ക് പലപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടാൽ പിന്നെ അതൊന്ന് ഉപേക്ഷിച്ചിട്ട് ദൈവം പറയുന്നതൊന്ന് എടുക്കാമെന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, ഇങ്ങനെയൊരു ഇടപെടൽ സംഭവിച്ചത് ജോസഫ് തയ്യാറായി ദൈവം പറയുന്നത് കേൾക്കാൻ, സ്വന്തം പ്ലാനും പദ്ധതിയും ഉപേക്ഷിക്കാൻ, തൻ്റെ തന്നെ തെറ്റായ ധാരണ മാറ്റിയിട്ട് ദൈവം പറയുന്നത് വിശ്വസിച്ച് അനുസരിച്ച് മുമ്പോട്ട് പോകാൻ. ശരിക്കും ഇപ്രകാരമുള്ള ഒരു ദൈവിക ഇടപെടൽ സംഭവിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും കൽപ്പനകൾ പാലിക്കുന്നത് അത്ര ബുദ്ധിമുട്ടാകില്ല. ജെറമിയായുടെ പുസ്തകം 36 എസെക്കിയേൽ 36 വായിച്ചു കഴിഞ്ഞാൽ 25 മുതലുള്ള വചനങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞാൻ ശുദ്ധീകരിക്കും, ശിലാഹൃദയം മാറ്റി മാംസള ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. അത് സംഭവിച്ചു കഴിഞ്ഞാലുള്ള ഗുണം അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമാകും. പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകളും വചനങ്ങളും ഒക്കെ പാലിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പാപത്തിൻ്റെ മാലിന്യം നമ്മളിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. വിശുദ്ധീകരണം നടന്ന് ദൈവികമായിട്ടുള്ള ആ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ജീവിതം കൊടുത്തുകൊണ്ട് പോലും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ അനുഗമിക്കുവാനും സാധിക്കും. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെയും ഉയർത്തണമെന്ന് ഇന്നത്തെ ബലിയിൽ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.